അങ്ങനെ ഞങ്ങളുടെ പരിപാടിയുടെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിലോട്ട് എത്തിയിട്ടോ. അപ്പോൾ കുഞ്ഞാപ്പൂനൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിച്ച് അവൻ ആ വെള്ളത്തിനകത്ത് കിടന്ന് മൊത്തം അലമ്പിയായിരുന്നു കേട്ടോ. അവനെ ഡ്രസ്സൊക്കെ മാറ്റി അവനോട് തന്നെ അവൻ്റെ കളിപ്പാട്ടമെല്ലാം എടുത്ത് വെക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ തിരിഞ്ഞു പോലും നോക്കാതെ പോയി കളഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അവനോട് പറഞ്ഞ സമയം കൊണ്ട് ഇതെല്ലാം പെറുക്കി എനിക്ക് തന്നെ വെക്കാനുള്ളതേ ഉള്ളല്ലോ എന്നോർത്തു. പിന്നെ അവൻ സഹായിക്കും കേട്ടോ, നമ്മളത് ചെയ്ത് തരാനൊക്കെ പറഞ്ഞാൽ ചെയ്തൊക്കെ തരും. പിന്നെ അവൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് സമയം ഒത്തിരി എടുക്കുമല്ലോ എന്ന് ഓർത്താട്ടോ. പക്ഷേ പിള്ളേരെ കൊണ്ട് അങ്ങനെ കേട്ടോ, എല്ലാം ചെയ്യിപ്പിച്ച് തന്നെ പഠിപ്പിക്കണം, നമ്മളെ സഹായിക്കാൻ എന്താ പറയുക, നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നിർത്തി ചെയ്യിപ്പിക്കുകയൊക്കെ വേണം. അതാണോ പെണ്ണോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞങ്ങളെല്ലാ കാര്യത്തിലും രണ്ടുപേരും. പിന്നെ എനിക്ക് തോന്നുന്നു ഒരല്പം കൂടെ മടി കുഞ്ഞൂനാട്ടോ. ഇങ്കിക്ക് അങ്ങനെ ഒട്ടും മടിയുള്ള ആളല്ല കേട്ടോ. അവൾ എന്നെ പറഞ്ഞാലും നമുക്ക് ചെയ്തു തരും. ഇവനാണ് ഇച്ചിരി കൂടെ മടിയുള്ളത് തമ്മിൽ. അപ്പം ഞാൻ ഓർത്തിനി ഇപ്പം പെരയ്ക്കാവെല്ലാം കൂടെ അടിച്ച് വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ പരിപാടി ഏകദേശം കഴിയും. അത് കഴിഞ്ഞിട്ട് വല്ല സിനിമയൊക്കെ ഇരുന്ന് കാണാം, ഫ്രീ ആവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് അടിച്ചെല്ലാം വാരിയിടുവാണേ. ഇവിടുന്ന് നോക്കുമ്പോൾ വലിയ പൊടിയും കാര്യങ്ങളൊന്നുമില്ല, കാരണം ഇന്ന് ഇവ മാത്രമല്ലേ ഉള്ളൂ. പ്രത്യേകിച്ച് അവളും കൂടെ ഉണ്ടെങ്കിൽ ഇതൊരു വീടൊക്കെ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം 5ഉം 6ഉം തവണയൊക്കെ അടിച്ചാൽ, പിള്ളേരുള്ള വീട് അങ്ങനെയാണല്ലോ, 5ഉം 6ഉം തവണയൊക്കെ അടിച്ചാലേ ചിലപ്പോൾ ഒന്ന് വൃത്തിയായിട്ട് കിടക്കത്തുള്ളൂ. ഇന്ന് പിന്നെ അത്രയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ, കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇവനുണ്ടല്ലോ സോഫയിൽ കയറി മേളിൽ നിന്ന് എടുത്ത് ചാടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുവേ കുഞ്ഞുവേ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കണം. അമ്മമാർക്കൊക്കെ അറിയാമല്ലേ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഞാൻ അവനെ വലിയ ശല്യപ്പെടുത്താതെ കേട്ടോ എൻ്റെ പരിപാടി ചെയ്യുന്നത്. കാരണം മുറ്റത്തിറങ്ങുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുള്ളി പെരയ്ക്കകത്ത് കയറാൻ ഭയങ്കര മടിയാണ്. അപ്പം ഞാനിപ്പം അടിച്ചു വാരി കളയാൻ മുറ്റത്തിറങ്ങിയതൊന്നും അവനെ അറിഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ. അവൻ ആ സമയത്തിരുന്ന് ഏതോ ഒരു കാർട്ടൂൺ കാണുമായിരുന്നു. അങ്ങനെ എൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വീട് ഫുള്ള് ക്ലീനായി കണ്ടോ, സൂപ്പറായില്ലേ. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു ഇനിയിപ്പോൾ കുഞ്ഞാപ്പൂന് കഴിക്കാൻ കൊടുക്കാം. 1 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും 1:19 അപ്പം ഞാൻ അവന് ഇച്ചിരി കഞ്ഞിയും പയറും കൂടെ കൊടുക്കുകയാണെങ്കിൽ, കഞ്ഞിയാണെങ്കിൽ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ പുറകെ നടക്കണം, എന്നാലും തമ്മിൽ ഭേദം ഇങ്ങനെ കളിച്ച് ഇച്ചിരിയൊക്കെ കഴിച്ചോളൂ കേട്ടോ. ഇത് കഴിച്ചുകൊണ്ടിരുന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ തീർന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ അവനെ കൊണ്ട് എല്ലാവർക്കും ടാറ്റയൊക്കെ തരുന്ന കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.